മാത്രം മതിയെന്ന് തോന്നുന്നു അല്ലേ സന്ദീപ്? അപ്പോ സന്ദീപ് സന്ദീപ് റിലീസ് ആയിട്ടുണ്ട്, ജാമ്യം കിട്ടിയിട്ടുണ്ട്. ബാക്കി സന്ദീപിന്റെ ചാനലിൽ കൂടെ സന്ദീപ് പറയുന്നതായിരിക്കും. അപ്പൊ ബ്രോ ചെല്ലു ബ്രോ, പോയി ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാട്ടോ. അല്ല സാറില്ല, നമ്മളിപ്പം എന്താണ്ട് അവിടെ CJP ഒക്കെ നടത്തുന്നുണ്ടല്ലോ, അവര് നടത്തുന്നത് പ്രൊട്ടസ്റ്റ് തന്നെയാണ്. അപ്പൊ അവര് പറയുന്നതിൽ കുഴപ്പമില്ല, നമ്മൾ പറയുന്നതിൽ മാത്രം കുഴപ്പം. നമ്മൾ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന ആ ടൈം, അതിന് കർശനമായിട്ടും നടപടി ഉണ്ടാവണം. ഈ ഒരു വിഷയത്തിൽ ഞാൻ സന്ദീപിന്റെ ഒപ്പം തന്നെയാണ്. ഞാൻ ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും വളരെ ആശ്വാസമുണ്ട്, പുള്ളി ഇറങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. അതെ, വണ്ടി റൂമിന് അങ്ങോട്ട് എടുക്കുവോ? എന്താ വെച്ചാ 12 മണി വരെ ഇല്ല അവനെ ഇപ്പൊ ഞങ്ങൾ വിട്ടു പോയി കഴിഞ്ഞു. നമ്മളൊരു ഇൻഫർമേഷൻ ഫ്രഷ് ആവുകയും ചെയ്യാം. ശരി പോയിക്കോ. ഇന്നലെ മുതലേ ഇതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് തന്നത്. ഓക്കെ അല്ലേ സന്ദീപ്? തീർച്ചയായിട്ടും ഓക്കെയാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നീതി എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഈ തറ്റം വരെ ആ തറ്റം വരെ അല്ല, അതിന്റെ അപ്പുറത്ത് കിട്ടണമെങ്കിൽ അതിന്റെ അപ്പുറത്ത് നമ്മൾ പോകും. ഒരു നുണയും പറഞ്ഞിട്ടില്ല, സത്യസന്ധമായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ അതിൽ നിന്ന് പിന്തിരിയാനും പോകുന്നില്ല. നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. നമുക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ആദ്യത്തെ ആളെ പിടിക്കപ്പെട്ടു, പിന്നെ ഇനിയിപ്പം ഓരോരുത്തർ ചെവി നുള്ളിക്കോളാൻ പറഞ്ഞു. നിനക്ക് ചെവി ഉണ്ടെങ്കിൽ നീയും കൂടെ നുള്ളിക്കോ. ചില ബ്ലോഗന്മാരുണ്ട്, പേര് ഞാൻ പറയണില്ല ഇപ്പോ, വിത്ത് എവിഡൻസ് അവരെയൊക്കെ തൂക്കാനുള്ള സാധനങ്ങൾ നമ്മളതിലുണ്ട്. അതിന്റെ ആവശ്യമില്ലാതാണ് വെറുതെ വിട്ടുള്ളത്. ആരൊക്കെ ഇട്ട് തരണം അപ്പം തിന്നിട്ട് വെറുതെ കിടന്ന് കുരക്കുകയാണെന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ, കുറച്ചെങ്കിലും ബോധം വേണമെന്നേ പറയാനുള്ളൂ. സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി തിന്നുക, വല്ലവരും ഇട്ട് തരുന്ന തിന്നിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടരുത്. മറുപടി തരാം വീട്ടിലെത്തിയിട്ട്, ബാക്കി മറുപടി ഞാൻ വിളിക്കാം. ശരി. അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ട്, സമാധാനമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒത്തിരി പേര് എന്നെ കോൾ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ലൈവ് ഇട്ട് കാര്യം പറയുക എന്നുള്ളത്. ഉറങ്ങിയിട്ടില്ല, വീട്ടിൽ ചെല്ലണം, പോയിട്ട് വേണം ചെയ്യാനുള്ളത്. പിന്നെ നിയമം, കോടതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കണ്ട. അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, മനസ്സിലായില്ലേ? ഇത് എല്ലാവർക്കും ബാധകമാണ്, ഒരു ഓൺ സൈഡ് മാത്രമല്ല. പിന്നെ ഒരു ദിവസത്തേക്ക് ഒരു അറസ്റ്റ് വന്നു എന്ന് കരുതിയിട്ട് എല്ലാവരുടെയും വായടപ്പിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോന്ന് ചെയ്യുന്നതെങ്കിൽ അതിന് ഞങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയും നിങ്ങൾ ചെയ്ത കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഇത് ആരുടെ കൂട്ടാക്രമണമാണ്, ആരുടെ ഗൂഢാലോചനയാണെന്നുള്ളതൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാകും. അപ്പൊ നമ്മളൊക്കെ ടാർഗറ്റഡ് ആണ്. ഇപ്പൊ ഈ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ചാനലുകളുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയണമെന്നേ ഉള്ളൂ. അവിടെ ഒരു പറ്റം നിപ്പുണ്ടായിരുന്നു ഇങ്ങനെ കടിച്ചു വലിച്ചു കയറാനായിട്ട്. നമ്മൾ ആർക്കും ബൈറ്റൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ബൈറ്റ് കൊടുക്കുക, ഫേമസ് ആവുക, അതൊന്നുമല്ല. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ, അത് നിങ്ങൾ കേട്ടിട്ടേ പോവുള്ളൂ. പിന്നെ പണമുണ്ടെങ്കിൽ ചിക്കിലി എറിഞ്ഞ് ഇതുപോലെയൊക്കെ സാധിക്കാന്നുള്ളത് മനസ്സിലായിരിക്കുന്നു. അത് സാരമില്ല. ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നവർക്ക് വാപ്പ പള്ളിയിൽ പോയില്ല. പിന്നെ ജയിലിൽ പോകുന്നതും വരുന്നതും ആദ്യമൊന്നുമല്ല. പണ്ട് മോദിക്കെതിരെ പറഞ്ഞതിന് രാഹുൽ ഗാന്ധിയെ പിടിച്ച് അകത്തിട്ടോടെ രാഹുൽ ഗാന്ധി അങ്ങ് ഇല്ലാണ്ടായോ? തീർന്നോ? നശിച്ചോ? ഇല്ല. അവന്റെ തുടക്കമാണ്, അവൻ ജയിച്ചു കയറും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഭാഗം, എൻ്റെ സുഹൃത്ത് ആയതുകൊണ്ട് മാത്രമല്ല, ഞാനും കൂടെ ഇതിനകത്താണോ എന്നെനിക്ക് തോന്നൽ കൊണ്ട് മാത്രം ഞാൻ അവനെ വന്നേ ഉള്ളൂ. വേണ്ടി വന്നില്ല, സ്റ്റേഷൻ ജാമ്യം തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാരോട് വളരെ നന്ദിയുണ്ട്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം അവരുടെ ഡ്യൂട്ടിയാണത്. അവർക്ക് മേലുദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ 100% അവർക്കത് ചെയ്തു കൊടുക്കുക, അല്ലാതെ വേറെ നിവർത്തി ഉണ്ടാകത്തില്ല. സോ അവരത് ചെയ്തിട്ടുണ്ട്. നിന്നെ മൂക്കി കയറ്റും, തലയെ കയറ്റും, പിടിച്ചകത്തിടും, 5 കൊല്ലം ജയിലിൽ ഇടും, ഉണ്ട തീറ്റിക്കും എന്നൊക്കെ പറയുന്നവരടുത്ത് ഇതല്ല, ഇതിന്റെ അപ്പുറവും ചാടിക്കിടന്നവരാണ് KK ജോസഫ്. അത്രേ പറയാനുള്ളൂ. അപ്പൊ ശരി ഗൈസ്, ഞാനങ്ങ് വീട്ടിലോട്ട് പോട്ടെ. എൻ്റെ യുദ്ധം അവിടെ ബാലൻസ് ആണ്. ഞാൻ അവിടെ ചെന്ന ശേഷം നിങ്ങൾക്കൊക്കെ ഇവിടെ ഒരു വല്ലാത്ത സ്ഥലത്ത് നിർത്തിയിട്ടാണ്. കുട്ടിയൊന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമാധാനമായി, സ്വസ്ഥായി. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മളൊക്കെ ചെയ്യുന്നത് ഒരേ തൊഴിലാണ്, ഒരേ ഫീൽഡാണ്. ഒന്നിച്ച് നിന്നാൽ നല്ലത്. ഒന്നിച്ച് നിൽക്കാൻ ശ്രദ്ധിക്കുകയെങ്കിലും ചെയ്യാം. കുതികാലി വെട്ടും കുത്തിത്തിരിപ്പും ഒക്കെ ചെയ്യുന്നവരുടെ അടുത്ത് പറയാനുള്ളത് അതേ ഉള്ളൂ. പരസ്പരം നിങ്ങൾ വെല്ലു കുത്തുമ്പം ജയിക്കുന്നത് സമൂഹത്തിലുള്ളവർക്ക് നമ്മളിൽ കൂടെയാണ് പലതും അറിയാൻ കഴിയുന്നത്. അവരുടെ വലിയ പ്രതീക്ഷയാണ്. ഈ സാധാരണക്കാരൻ്റെ വായാണ് നമുക്ക് ചാനലുകളില്ല, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന കാര്യമാണ്.
അപ്പം അവരുടെ നാവായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. ഞാൻ കമൻസ് ഒന്നും വായിക്കുന്നില്ല. ഇതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ വായിക്കാം. കമൻറ്റ് വായിക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. ഞാൻ ഇവിടെ നിന്ന് പോകട്ടെ. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും 12 മണിക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട സമയങ്ങളുണ്ടല്ലോ. അപ്പം ശരി, വളരെ സന്തോഷം. ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചവർക്കൊക്കെ നന്ദി. ഈ വിവരം എന്നെ വിളിച്ച് അറിയിച്ച രമ മാഡത്തിന് താങ്ക്സ്. തീർച്ചയായിട്ടും അങ്ങനെ ഒറ്റപ്പെടുത്തില്ല, തനിച്ചാക്കപ്പെടത്തില്ല, തനിച്ചല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. കൂടെ ഉണ്ടെന്നത് ഒരു വെറും വാക്കല്ല, അതൊരു പ്രോമിസാണ്. ദയവ് ചെയ്തിട്ട് ബാക്കിയുള്ളവരും കൂടെ മനസ്സിലാക്കുക, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. കാരണം നമ്മൾ മൂലം പുറത്തേക്ക് വരാൻ സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ പരസ്പരം വിഘടിച്ച് നിന്ന് അസൂയയുടെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത് ഒരു നല്ല കാര്യമല്ല. കാരണം ഇതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തപരമായ കാര്യങ്ങളാണ്. എല്ലാവരും ഗ്യാങ്ങും സംഘടനയും രാഷ്ട്രീയവും ഒന്നും വെച്ചിട്ടല്ല പല കാര്യങ്ങളും ചെയ്യുന്നത്. പലതും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ്. ഐക്യത്തിനാണ് ബലം, അത് മനസ്സിലാക്കുക. പിന്നെ തനിച്ചാക്കപ്പെട്ടാൽ അങ്ങ് ഞൊട്ടിക്കളയാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഞൊട്ടലെടുത്ത് കോത്താഴത്ത് വെച്ചാൽ മതി. BGM ഇട്ട് ഒരു വ്യക്തി അധിക്ഷേപം നടത്തുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ നിലയിലേക്ക് ദൈവമാണ് കൊണ്ടെത്തിച്ചത്. അഹങ്കാരിയായ ഒരു വ്യക്തിയെ എവിടെയും അഹങ്കാരിയായ ആള് ജീവിച്ച ചരിത്രമേ ഇല്ല. അത് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എന്താണെന്നറിയാമോ, ചില വ്യക്തികളെ നമ്മൾ ഒരുപാട് വിചാരിക്കുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അവരൊക്കെ വെറും ചീപ്പ് ചിന്താധാര ഉള്ളവരാണ് എന്നുള്ളത് ഇപ്പം അവരുടെ ഓരോരോ പ്രവർത്തികളിൽ കൂടെ തെളിവാകുന്ന കാര്യമാണ്. ഞാൻ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രവർത്തിക്കാത്തടുത്ത് ദൈവം പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. ഞങ്ങൾ കുറച്ച് പേര് അനുഭവിച്ച ടെൻഷൻ എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കത്തില്ല. എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കത്തില്ല. ഉറക്കമില്ലാണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നത് തന്നെ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ഓരോ പ്രവൃത്തികൾ കാണിക്കുന്നത്, അതിനെ പിന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് പറയുന്നത് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുമെങ്കിലും ഇത്തരത്തിൽ സ്വന്തം ജീവിതമോ അല്ലെങ്കിൽ സ്വന്തം ലൈഫോ ഒക്കെ റിസ്കിൽ വെച്ചിട്ട് പലരും ചെയ്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് നീയൊക്കെ അനുഭവിക്കുന്ന ഈ തണൽ. അത്രേ പറയാനുള്ളൂ. ആശയത്തിന് ആശയം കൊണ്ട് നേരിടാൻ അറിയാത്ത ചെറ്റകൾക്ക് ഇതും ഇതിനപ്പുറമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിലാകുന്ന ഒരു ഘടനയിലേക്ക് ഇല്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ അതിലേക്ക് കൂട്ടിയിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ചിരിക്കുന്നവർക്കും ഇതൊക്കെ ഒരു ആഘോഷമാക്കുന്നവർക്കും ഇതേ സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളെ അപമാനിച്ചതിന് തിരിച്ച് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും. ചെയ്യാത്തത് എന്താണെന്നറിയാമോ, ഇത്തരം സില്ലി കാര്യങ്ങൾക്കല്ല പോലീസ് സ്റ്റേഷനുള്ളത്. നമ്മളുടെ പവറും നമ്മളുടെ പണബലവും നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതിനായിരിക്കണം. മനസ്സിലായില്ലേ? ആത്മീയ ആചാര്യന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നവര് അത്തരം നല്ല പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളെ അയാളുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് പിടിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് വന്ന് പട്ടി ഷോ കാണിക്കുകയല്ല ചെയ്യേണ്ടത്. അതിൽ കൂടെ ഒരാളുടെ വ്യക്തിത്വം എന്തെന്ന് ജനം വിലയിരുത്തട്ടെ. എനിക്കിതിനകത്ത് അത്രേ പറയാനുള്ളൂ. ഇത് നമ്മളല്ല, പൊതുജനമാണ് വിലയിരുത്തേണ്ടത്, പൊതുസമൂഹം വിലയിരുത്തട്ടെ. നമ്മളിതിനകത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എമ്മാത്രം. അപ്പം ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് വേർഷൻ വീഡിയോ ചെയ്തിട്ടേക്കാം. ആളിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സോ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഇറ്റ്സ് ഓവർ. ആൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ കമൻറ്റ് പിന്നീട് വായിച്ചോളാം. അല്ലെങ്കിൽ വേണ്ട, ഒരിടത്ത് നിർത്തി ഇത്തിരി കമൻറ്റ് വായിച്ചിട്ട് പോകാം. ഒരു മിനിറ്റ്. ഓൾറെഡി നല്ലതാണുണ്ട്. അവിടെ നില്ല. ഇതിനകത്ത് മലയാളം വരണമെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണം. അവൻ ലൈവ് വരും, അവൻ്റെ തന്നെ ചാനലിൽ വരും. മറ്റൊരു ചാനലിൽ നിന്ന് ലോഗിൻ ചെയ്യണം. മൊബൈലൊക്കെ ശരി, എൻ്റെ 5ഓളം മൊബൈലാണ് അവർ വാങ്ങിച്ചോണ്ട്. അതൊന്നും ഒരു പുതിയ ചരിത്രമൊന്നുമല്ല. സോ ടിറ്റ് ഫോർ ടാറ്റ് തിരിച്ചും പ്രതീക്ഷിക്കാം. താങ്ക്സ്. ഡു സപ്പോർട്ട് അസ്. ഡ്രൈവ് ചെയ്യില്ല കേട്ടോ. അപ്പം ഇത് വായിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പിടിച്ച് അകത്തിട്ട് ഒരു 5-6 കൊല്ലത്തേക്ക് അകത്തിടാനുള്ള വകുപ്പുണ്ടോ? നടക്കൂ. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യക്തമായില്ലേ,
എവിടെയോ എന്തൊക്കെയോ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ പൊയ്ക്കോട്ടെ, ശരി എന്നാൽ. അപ്പം ശരി, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലേ. അവൻ എന്നെ എത്താന്നല്ലേ വിളിച്ചിട്ടുള്ളൂ, ഷെഫീനത്താന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, കൂടെ ഉണ്ടാവണ്ടേ. ഇത്തമാർ അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്, കൂടെ അല്ലേ വേണ്ടത്, കൂടെ ഉണ്ട്.